വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന പാരന്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, പാർട്ട് 2 വീഡിയോ ആണ്. സോ പാരന്റൽ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഒരാൾ ബോധമില്ലാതെ കിടക്കുവാണ്, മരുന്നെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ എന്തായാലും പാരന്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത് അല്ലേ. പിന്നെ അത് മാത്രമല്ല, ചില മരുന്നുകൾ നമ്മളെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് GI ട്രാക്ടിനകത്ത് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യില്ല, പൂവല്ലി അബ്സോർബ് ചെയ്യുന്നു, ഡീഗ്രേഡ് ചെയ്ത് പോകുന്നു. ഇപ്പം ലൈക്ക് ഇൻസുലിനൊക്കെ എക്സാമ്പിൾ ആണല്ലോ. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പാരലലാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, റാപ്പിഡ് വൺസെറ്റ് ഓഫ് ആക്ഷൻ, പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ആക്ഷൻ വേണം. അപ്പോൾ എന്താ കൊടുക്കാം? നമ്മൾ പാരലാണ് എപ്പോഴും സജസ്റ്റ് ചെയ്യേണ്ടാവുക അല്ലേ. സോ റൂട്ട് ഓഫ് പാരൽ അഡ്മിനിസ്ട്രേഷനിലാണ് ഇൻട്രാവാസ്കുലർ ഉണ്ട്. ഡയറക്ട്ലി IR എന്ന് പറയുന്നില്ല, ഡയറക്ട്ലി നമ്മൾ എന്താ പറയുക, ഇൻട്രാവാസ്കുലർ. അവിടെ IV ഉണ്ട്, ഇൻട്രാ ഏട്രിയൽ ഉണ്ട്. ഇനി ഇൻട്രാ ഓസിസി ഉണ്ട്, ഇൻഫ്യൂസ് ഇൻ ടു ബോൺ മാരോ. സോ നമ്മുടെ ബോൺ മാരോയിലേക്ക് ഡയറക്റ്റ്ലി നമ്മൾ വെക്കുക, വിച്ച് ഡ്രെയിൻ ഡയറക്ട്ലി ഇൻ ടു ദ വീനസ് സിസ്റ്റം. സോ നമ്മുടെ വീനസ് സിസ്റ്റത്തിലേക്ക് ഡയറക്ട്ലി പോകും. കോമൺലി യൂസ് വെൻ എ സ്യൂട്ടബിൾ വെൻ ഈസ് നോട്ട് ആക്സസബിൾ, പെർട്ടിക്കുലർലി ഇൻ ഇൻഫന്റ്. കുഞ്ഞു കുട്ടികളിലൊക്കെ നമുക്ക് വെയിൻ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോഴാണ് ഇൻട്രാ ഓസിയോസ് എടുക്കുന്നത്. മിക്കവാറും ആൾക്കാർക്ക് ഇത് അറിയുണ്ടാവില്ല, ഇൻട്രാ ഓസിയോസ് എന്ന് അറിയില്ല, അവർ പഠിച്ചിട്ടുണ്ടാവില്ല, നമുക്ക് നോർമലി പഠിക്കാൻ അങ്ങനെ ഉണ്ടാവില്ല. സോ എമർജൻസി ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ നമ്മൾ ട്രെയിൻഡ് പ്രൊഫഷണൽസ് മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻട്രാവാസ്കുലറിൽ ഇൻട്രാ വീനസ്, ഇൻട്രാ ഏട്രിയൽ. ഇനി ഇൻട്രാ ഓസസ് പറഞ്ഞു, അവിടെയാണ് നമ്മൾ ഇൻഫൻറ്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡയറക്ട്ലി ബോൺ മാരിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നു, അങ്ങനെ വെയിൻ സിസ്റ്റത്തിലേക്ക് എത്തുകയാണ് ചെയ്യേണ്ടാവുക. എമർജൻസി ഇൻറ്റൻസീവ് കെയർ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. ഇനി ഇൻട്രാ മസ്കുലർ ഉണ്ട്, സബ്ക്യൂട്ടനസ് ഉണ്ട്, ഇൻട്രാ സെറിബ്രൽ ഉണ്ട്. അത് ഇൻറ്റു ബ്രെയിൻ പാരൻ കൈമയിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇൻട്രാ സെറിബ്രോ വെൻട്രിക്കുലർ ഉണ്ട്, സെറിബ്രൽ വെൻട്രിക്കുലർ സിസ്റ്റത്തിലേക്ക് പോകുന്നു. ഇൻട്രാ തീക്കൽ ഉണ്ട്, സ്പൈനൽ കനാലിലാണ് നമ്മൾ വെച്ച് കൊടുക്കുക. അനസ്തെറ്റിക്സ്, മെത്തോട്രിക്സേറ്റ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻട്രാ ആർട്ടിക്കുലാർ ഉണ്ട്, ഇൻഡു സൈനോവിൽ കാവിറ്റി ഓഫ് ജോയിൻസ് ആണ്. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഫോർ പെയിൻ, ഇൻഫ്ലമേഷൻ, ഇങ്ങനെയുള്ള ഡ്രഗ്സുകളൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഇൻട്രാവാസ്കുലർ, ഇൻട്രോ ഓസിയസ്, ഇൻട്രാമസ്കുലർ, സബ്ക്യൂട്ടനസ്, ഇൻട്രാ സെറിബ്രോ വെൻട്രിക്കുലാർ, ഇൻട്രാ തീക്കൽ ആൻഡ് ഇൻട്രാ ആർട്ടിക്കുലർ. ഇനി ഇൻട്രാ തീക്കൽ ഇഞ്ചക്ഷൻ ഉണ്ട്, അഡ്മിനിസ്റ്റർ ഇൻറ്റു സബ് അരക്നോയിഡ് സ്പേസ്. ഇൻട്രാ തീക്കലാണ്, സബ് അരക്നോയിഡ് സ്പേസ് ആണ്. അനസ്തേഷ്യ, CNS ആക്ടിങ് ലൈക്ക് ഡ്രഗ് ലൈക്ക് മെത്തോട്രിക്സേറ്റ് ഒക്കെയാണ് നോർമലി ഈ കാറ്റഗറി. ഇനി ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചക്ഷൻ, ഈ സൈനോവിൽ ജോയിൻ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞ കേസാണ്, വീണ്ടും ഒന്നും കൂടെ അത് റിപ്പീറ്റ് ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വിട്ടിരുന്നാൽ മതി കേട്ടോ. ഇനി IV റൂട്ട് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന പാരലൽ റൂട്ടാണ്. നമ്മൾ ബ്ലഡ് സ്ട്രീംസിലേക്ക് ഡയറക്റ്റ്ലി മരുന്നെത്തുന്നു. അൺകോൺഷ്യസ് പേഷ്യൻറ്റിന് എമർജൻസി സിറ്റുവേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. GI ട്രാക്റ്റിലൂടെ കടന്ന് പോകുന്നില്ല, ബൈപ്പാസ് ആവുന്നു, ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഒക്കെ പോകുന്നു. കൊച്ചു ഡോസ് മതി. പാരസ്റ്റമോൾ പോലെ 500 mg ഒന്നും നമുക്ക് കുത്തിക്കയറേണ്ട ആവശ്യമൊന്നും വരില്ല, കുറച്ച് ഡോസ് മതിയായിരിക്കും. പിന്നെ ലാർജ് വോളിയം അഡ്മിനിസ്ട്രേഷനൊക്കെ എളുപ്പം അതാണ്. ഇറിറ്റൻ ഡ്രഗ്സുകളൊക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഗ്രേറ്റർ റിസ്ക് ഉണ്ട്, അഡ്വേഴ്സ് എഫക്റ്റ്. കാര്യം നമുക്ക് ഒരിക്കൽ ഇൻഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് റിട്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്, റീകോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. എംബോളിസം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ബാക്ടീരിയൽ കണ്ടാമിനേഷൻ, ഇറിറ്റേഷൻ, സെൽഫ് അഡ്മിനിസ്ട്രേഷൻ പോസിബിൾ അല്ല. ആൻഡ് ത്രോംബോസിസോ അല്ലെങ്കിൽ ഫ്ലെബിക്സോ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊക്കെ റിസോൾവ് ആകാൻ കുറച്ച് ദിവസം എടുക്കും. ആൻഡ് സ്യൂട്ടബിൾ വെയിൻ കണ്ടുപിടിക്കാൻ കുറച്ച് ചലഞ്ചിങ് ആണ്. ട്രെയിൻഡ് പ്രൊഫഷണൽ വേണം, അസെപ്റ്റ് ടെക്നിക്ക് വേണം, കോസ്റ്റ് ഇച്ചിരി കൂടുതലാണ്. കാര്യം അങ്ങനെയുള്ള മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റെറിലൈറ്റ് ടെസ്റ്റ്, പാരജൻ ടെസ്റ്റ്, സോൾവെൻറ്റ്, സ്റ്റോറേജ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അല്ല നോർമലി ഒക്കെ ഉണ്ടാക്കുന്ന ടാബ്ലറ്റ് ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് ഓഫ് കാറ്റഗറിയാണ് അല്ലേ. ഇനി ഇൻട്രാ ഏട്രിയലാണ്. സോ ഇൻട്രാവീനസ് റൂട്ടാണല്ലോ, ഹൈ ഡ്രഗ് കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ. നമ്മൾ ഒരു സ്പെസിഫിക് ടിഷ്യൂവിൽ കിട്ടണം എന്നുണ്ടെങ്കിലാണ് ഇൻട്രാ ഏട്രിയൽ കൊടുക്കാം. ഡയഗ്നോസിങ്, ഇമേജിങ്, ലോക്കലൈസ്ഡ് കീമോതെറാപ്പിക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഇൻട്രാ ഏട്രിയൽ റൂട്ട്. ഈ നെക്സ്റ്റ് വൺ ഇസ് ഇൻട്രാ മസ്കുലർ ആണ്. ടൈപ്പ് ഓഫ് പ്രിപ്പറേഷനിലാണ് അക്വസ് സൊല്യൂഷൻ ഓർ ഡീപോട്ട് ഇൻ ഓയിൽ. സോ ഇൻട്രാ മസ്കുലറിന് മിക്കവാറും ഡീപോട്ട് എഫക്റ്റ് കൊടുക്കും. നമ്മൾ ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്താൽ സ്ലോ ആയിട്ടായിരിക്കും റിലീസ് ആവുക. പീനട്ട് ഓയിൽ, എത്തിലിൻ ഗ്ലൈക്കോളൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. കോമൺ സൈറ്റ് ഡോർസൽ ഗ്ലൂട്ടിലും വെൻട്രൽ ഗ്ലൂട്ടിലുമാണ്. ഡോർസൽ ഗ്ലൂട്ട് വെച്ചാൽ അപ്പർ ഔട്ടർ ക്വാഡ്രന്റ് ബിലോ ഇലിയാക് സ്പൈൻ ആൻഡ് ഗ്രേറ്റ് ട്രോങ്കേറ്റർ, അവോയ്ഡ് സിനാറ്റിക് നെർവ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡോർസൽ ഗ്ലൂട്ടിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കും നെർവ് വഴി തട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നെർവിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എവിടെയാണെന്നും പഠിക്കേണ്ട ആവശ്യമില്ല, സ്പെസിഫിക് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഡോർസലോ ഉണ്ട്, വെൻട്രലോ ഉണ്ട്, അവിടെയാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. വൺ സെറ്റ് ഓഫ് ആക്ഷൻ എപ്പോഴും ഇൻട്രാ മസ്കുലറിന് 10 to 20 minutes ആയിരിക്കും.
ഓക്കെ, നെക്സ്റ്റ് വൺ സബ്ക്യൂട്ടിനസ് ആണ്. നമ്മൾ സ്കിന്നിൻ്റെ തൊട്ട് താഴെയാണ് ചെയ്യുക. ബ്ലഡ് വെസൽസ്, കാപ്പിലറീസ് വഴി നമുക്ക് മരുന്ന് എത്താൻ വേണ്ടിയിട്ട്. അബ്സോർപ്ഷൻ എപ്പോഴും ചെയ്യുന്നത് ലോക്കൽ ബ്ലഡ് ഫ്ലോ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ വാസോ കൺസ്റ്റിറ്റ്യൂസ് ലൈക്ക് എപ്പിനെഫ്രിൻ ഒക്കെ സ്ലോ അബ്സോർപ്ഷനിലൂടെ നമുക്ക് സബ്ക്യൂട്ടിനസ് കൊടുക്കാൻ പറ്റും. സോ എക്സാമ്പിൾ ഇൻസുലിൻ ഹെപ്പാരിൻ ആണ്. 1 സെറ്റ് ഓഫ് ആക്ഷൻ 15 to 30 minutes ആണ്. സോ ഇത്രയും നമുക്ക് അധികം ഒന്നും പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി പോകാൻ മതി. ഇൻട്രാത്തീക്കൽ നിങ്ങൾക്ക് അറിയാം, ഇൻട്രാ ആർട്ടിക്കുലർ അറിയാം. ഇൻഹേലേഷൻ റൂട്ട് എന്താണ്, നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ട് വഴിയാണ് നമ്മൾ എടുക്കുന്നത്. IV കാൾ ഓൾമോസ്റ്റ് ഫാസ്റ്റ് ആണ്. ഗ്യാസ്, വോളറ്റൈൽ ഡ്രഗ് ഒക്കെ നമ്മൾ എയറോസോൾ മെഡിക്കേഷനകത്ത് വെക്കുകയും നമ്മൾ COPD, ആസ്മ, അനസ്തേഷ്യ പോലുള്ള കേസുകളിൽ കൊടുക്കാറുണ്ട്. 2 to 3 minutes നമുക്ക് 1 സെറ്റ് ഓഫ് ആക്ഷൻ കിട്ടും. ഇനി ട്രോപ്പിക്കൽ റൂട്ടാണ്, ലോക്കൽ ആക്ഷൻ കിട്ടും. ക്ലോട്രമസോൾ, അട്രോപ്പിൻ, ഐ ഡ്രോപ്പ് ഒക്കെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഡെർമൽ റൂട്ട് ആണ്. സോ ഡെലിവേഴ്സ് ഡ്രഗ് സിസ്റ്റമാറ്റിക്കലി വിയ ദ സ്കിന്നിൽ കൂടെയാണ് നമ്മൾ കയറ്റുന്നത്. സൂട്ടബിൾ ഫോർ സ്ലോ സസ്റ്റെയിൻ ഡ്രഗ് ഡെലിവറി. ലിക്വിഡ് സോലബിൾ ഡ്രഗ്സ് ഇവിടെ നമുക്ക് ആവശ്യമാണ്. ട്രാൻസ്ഡെർമൽ റൂട്ട് കേട്ടോ. ഇത് 1 സെറ്റ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ്, എത്രയാണ് എന്ന് കൊടുക്കുന്ന ഒരു ഗ്രാഫാണ്, നിങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ ട്രാൻസ്ഡെർമൽ റൂട്ട് എന്താണ്, സിസ്റ്റമാറ്റിക്കലി വിയ ദ സ്കിൻ. പാച്ചസ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഡെലിവേർഡ് ഡ്രഗ് സിസ്റ്റമാറ്റിക്കലി വിയ സ്കിൻ ആണ്. സ്ലോ ആണ്, സസ്റ്റെയിൻഡ് ആയിട്ട് പോവും. റിക്വയർഡ് ലിപ്പിഡ് സോലബിൾ ഡ്രഗ്, സോ ഡൈട്രോഗ്ലിസറിൻ ഫോർ അഞ്ചൈനൊക്കെ ഇല്ല, അതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സോ 1 സെറ്റ് മിനിറ്റ്സ് ടു അവർ, മിനിറ്റ്സ് മുതൽ അവേഴ്സ് വരെ മാറിക്കൊണ്ടേ ഇരിക്കാം എന്നുള്ളതാണ്. എളുപ്പമുള്ളൊരു ഭാഗമാണ്, ഒന്നുമില്ല. മറ്റതുപോലെ എന്താണ് ഓറിൽ പഠിച്ചതുപോലെ തന്നെ ഇതും ഉള്ളൂ. പക്ഷേ ഇവിടെ വെച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടല്ലേ, നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോൾ. സോ നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.